നമ്മുടെ ഇന്നത്തെ യാത്ര വിൽവുഡ് ക്യാമ്പിങ്ങിലേക്കാണ്. അടിപൊളി ട്രക്കിംഗ് ആൻഡ് ടെൻ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ. അതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 10 പേർക്കാണ് ഫ്രീ സ്റ്റേ കൊടുക്കുന്നത്. വട്ടവടയിലുള്ള വിൽവുഡ് ക്യാമ്പിങ്ങിലാണിത്. ഈ വീഡിയോ ഫുള്ള് കാണാൻ മറക്കല്ലേ. വട്ടവട ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര, ഇവിടെ വണ്ടി സൈഡാക്കി ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല കേട്ടോ, നല്ല ഫൈൻ കിട്ടും. സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ കേട്ടോ 6 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണം. അങ്ങനെ ഞങ്ങൾ കോവിലൂർ ഭാഗം എത്തി കേട്ടോ. കോവിലൂർ വട്ടവട കോവിലൂറാണ്. റോഡ് കുറച്ച് മോശമാണ്. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുൻപ് മറ്റൊരു വഴിയും കൂടിയുണ്ട്. കോവിലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വഴിയാണ്. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ സ്ഥലം എത്തിയിട്ടോ. ഇവിടെ നെറ്റ്വർക്ക് ജിയോ മാത്രമേ ഉള്ളൂ. BSNL ചില സമയങ്ങളിൽ മാത്രമേ നെറ്റ്വർക്ക് കിട്ടൂ. വരുമ്പോൾ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇവിടുന്ന് ഏകദേശം 500 മീറ്റർ ട്രക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. വില്ലവുഡിലേക്ക് അല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ ജീപ്പ് അങ്ങനായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. ഇത് കുറച്ച് കിതച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവിടെ എത്തുന്ന സമയത്ത്. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. ഇവിടെ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് വരുന്നുണ്ടെങ്കിൽ അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിക്ക് ഇപ്പോൾ പറ്റിയൊരു സിറ്റുവേഷനൊന്നും അല്ല. കപ്പിൾസിനായിട്ട് ഇവിടെ ഒരു ലക്ഷറി എയർ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ക്ലൈമറ്റൊക്കെ എന്താ പറയുക, ഫുള്ള് നല്ല തണുപ്പാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ ഏകദേശം ഒരു 3 ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാത്രി കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ നല്ല ടയേർഡായിരുന്നു. മറ്റൊന്ന് ചെറുതായിട്ട് എനിക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തലവേദന എനിക്ക് പനിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ എൻ്റെ എനർജി ഫുള്ള് ലോസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊന്ന് മൊത്തം ചുറ്റി കറങ്ങി ഞാൻ എല്ലാ ഭാഗങ്ങളും ആസ്വദിച്ചു. പിന്നെ 3 മലകൾ, അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വില്ലവുഡ് ക്യാമ്പിംഗ് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ഇവിടുന്ന് തന്നെ സൈഡിൽ ഒരു വലിയൊരു മല കാണുന്നുണ്ട്. അങ്ങോട്ടൊരു ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട്. അതായത് അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോകുന്നൊരു പരിപാടി ഉണ്ട്. ഞാൻ അത്യാവശ്യം നല്ല ക്ഷീണത്തിലായ കാരണം ഞാൻ അതിന് തയ്യാറായില്ല കേട്ടോ. അപ്പോൾ പിറ്റത്തെ ദിവസം പോകാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. രാത്രി ആകുമ്പോഴേക്കും എന്താ പറയുക, ക്യാമ്പ് ഫയർ ഇല്ലാതെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും തണുപ്പായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് രാത്രിയിലത്തെ കാഴ്ചയൊക്കെ കുറച്ച് നേരം കണ്ട് ഞാൻ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ച് ഞാൻ നേരെ കിടന്നുറങ്ങി. വെൽക്കം ടു റോഷൻ ഡയറീസ്. എനിക്ക് തീരെ സുഖമില്ല. ഞാനുള്ളത് വട്ടവടയിലാണ്. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു 3-4 ജാക്കറ്റ് ഇട്ടിട്ട് വന്നാൽ മതി കേട്ടോ. എന്തായാലും രാത്രി മുതലാണെങ്കിൽ എനിക്ക് നല്ല തലവേദനയുണ്ട്. ഇവിടുത്തെ തണുപ്പാണെങ്കിലോ എനിക്ക് സഹിക്കണില്ല. സംഭവം അടിപൊളി ആംബിയൻസ്, ഫുൾ ടൈം തണുപ്പ് തന്നെയാണ്. ഞങ്ങൾ അടുത്തതായിട്ട് ഇനി പോകാൻ പോകുന്നത് ജീപ്പ് ട്രക്കിങ്ങിനാണ്. അല്ലാണ്ട് ഒരു ട്രക്കിംഗ് ഉണ്ട്, അതിലേക്ക് കയറാട്ട് വയ്യ. ഇതായിരുന്നു എൻ്റെ അവസ്ഥ കേട്ടോ. ഞങ്ങൾ ജീപ്പ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. വളരെ മോശം സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് അവിടെ നോക്കി നിൽക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ സാധാരണ കേൾക്കാറില്ലേ ചീവിട്, ആ കാണുന്ന ചീവിടാണ് ഇത്രയും വലിയ സൗണ്ടിൽ നമുക്ക് നോയ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ മെല്ലനെ അടിയിലേക്ക് ട്രക്ക് ചെയ്ത് ഇങ്ങനെ പോവാണ്. അത്യാവശ്യം മലയൊക്കെ കയറി പോകാനുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ. ഞങ്ങളങ്ങനെ യാത്ര കുറച്ച് മുന്നോട്ട് പോയി. ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കേവ് ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. ആ കേവിലേക്കാണ്. പക്ഷെ എനിക്കൊരു തുടക്കത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം എൻ്റെ ഹെൽത്ത് വളരെ മോശം സിറ്റുവേഷനിലായിരുന്നു. പിന്നെ ഇവിടെ വരെ വന്നിട്ട് എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കും? അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ഇതിന് ശേഷം മെല്ലനെ മുസമിലിനായിട്ട് യാത്ര തുടങ്ങി. ഒപ്പം ഒരു 4-5 പേര് ടോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ. ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു ഗൈഡായിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം വില്ലവുഡ് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര കുറച്ച് മുന്നോട്ട് പോയി. അപ്പോൾ കേവ് ഭാഗത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് തോന്നിയത് വയനാടിൻ്റെ ഒരുപാട് ഉൾപ്രദേശങ്ങളിലൊക്കെ ഉള്ള ഒരു പോലത്തെ ഒരു ഫീലൊക്കെ ആദ്യം തോന്നി. പക്ഷെ ഇത് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് കൊടൈക്കനാലിലത്തെ കേവിൻ്റെ ഒക്കെ ആ ഒരു ഫീലൊക്കെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് നടക്കണം എന്ന് തോന്നി എനിക്ക്. അത്യാവശ്യം കുറച്ച് റിസ്കി ഫാക്ടറുള്ള കുറച്ച് ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഈ ഒരു ഭാഗമൊക്കെ ഉള്ളിലേക്ക്
കാണുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നടന്നു നോക്കിയിട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഒരു കേവ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്കൂടി നടന്ന് മുകളിലേക്ക് കയറി ചെല്ലുന്ന പാണ്ട് ഇവരെല്ലാവരും അതിൻ്റെ ഉള്ളിലേക്കൂടി പോയി. എനിക്കവിടെ എത്തുമ്പോഴത്തേനും ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ തിരിച്ച് പുറത്ത് കൂടിയ വേറൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയാണ് ഞാൻ പിന്നെ മുകളിലേക്ക് കയറി വന്ന് നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആളുകൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുന്ന ഒരു എന്താ പറയുക, ഒരു ഗുഹ പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് ഇവരെല്ലാവരും കയറി വന്നത്. ഞാൻ അതുകൊണ്ട് റിസ്ക് എടുക്കാഞ്ഞത്. എനിക്കാണെങ്കിൽ തീരെ വയ്യ, പിന്നെ ഈ ക്യാമറയും പിടിച്ചിട്ട് ഇതെല്ലാം കാണിക്കണ്ടേന്ന് കരുതി. അങ്ങനെ ഞാൻ അതിലേക്കൂടെ പോന്നു. ആ കേവിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് എന്നോട് വന്നിട്ട് പറയുന്നത് കേട്ടോ മുസമ്മിൽ. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ട്രൈബ്സിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ അവരൊരു വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അത്രത്തോളം പോകാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ മെല്ലനെ ഇവിടുന്ന് തിരിക്കാമെന്ന് കരുതി അടുത്തൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തുള്ള മലയാണ്. ആ കാണുന്നത് കാന്തല്ലൂർ ഭാഗമാണ്. അങ്ങോട്ട് നടന്ന് ട്രെക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് കേട്ടോ. അത്യാവശ്യം ഒരു നടക്കേണ്ടതായിട്ട് വരും അങ്ങോട്ട്. പിന്നെ മെല്ലനെ അടുത്തൊരു പാർട്ടെത്തി. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിലൂർ വില്ലേജിൻ്റെ ഒരു ഏരിയയാണ് ആ താഴ്ഭാഗത്തൊക്കെ കാണുന്നത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് നെറ്റ്വർക്കൊക്കെ കിട്ടിയത്, BSNL മാത്രം കേട്ടോ. ഈ ഒരു ഏരിയ കണ്ടു. ഇനി അടുത്തത് ഞങ്ങൾ ഇനി യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രോബെറി തോട്ടത്തിലേക്കാണ്. കുറച്ച് സ്ട്രോബെറി ഒക്കെ മേടിക്കാമെന്ന് ഞാൻ കരുതി. കാരണം ഞാൻ രാവിലെ പ്രത്യേകിച്ചൊന്നും അധികം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രോബെറി മേടിക്കണം, അത് കുറച്ച് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ സ്ട്രോബെറി തോട്ടത്തിലെത്തി. സ്ട്രോബെറി തോട്ടം 2 ഏരിയ ആയിട്ടുണ്ട് കേട്ടോ അവിടെ. ഒന്ന് ആ ഭാഗം ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് വലിയ തോട്ടമാണ്. ഇത് ഞാൻ ഒരു ചെറിയൊരു തോട്ടത്തിലേക്ക് കയറിയത്. അപ്പോൾ അവിടെ ആള് സ്ട്രോബെറി ഒക്കെ തന്നെ പറിച്ചെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും മുസമ്മിൽ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വലിയൊരു തോട്ടം വരുന്നുണ്ട്. അവിടെ പ്രത്യേക പെർമിഷനൊക്കെ എടുക്കണം എന്നാണ് പറഞ്ഞത്. ആ തോട്ടം ഞാൻ ചെറുതായിട്ടൊന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ആ ചേട്ടൻ അവിടെ നിന്ന് സ്ട്രോബെറി പറിക്കുന്നുണ്ട്. ഇവരുടെ ഷോപ്പ് തൊട്ടപ്പുറത്ത് കുറച്ച് മുകളിലായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 1/2 kg രണ്ടുപേരും കൂടിയിട്ട് സ്ട്രോബെറി വാങ്ങി. കൂട്ടത്തിൽ ഇവിടുന്ന് കുറച്ച് കഴിക്കുകയും ചെയ്ത് ഞങ്ങൾ എടുത്തിട്ട് കേട്ടോ. അല്ലേ, പൊട്ടിക്കണൊക്കെ കൊള്ളാം, കാശ് കൊടുക്കണം കേട്ടോ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ വെറുതെ അല്ലേ തിന്നണ ഓസിക്കല്ലേ ഇപ്പോൾ. എത്ര ഇപ്പൊ തിന്നണ്? ഒരെണ്ണന്നല്ല കേട്ടോ, മുസമ്മിൽ കുറെ നേരമായി. സെക്കൻഡ് ഒന്നല്ല, ഒരു 5-6 ആയിപ്പോ. ഈ കാണുന്ന ഒരു ഏരിയ കേട്ടോ ഞാൻ പറഞ്ഞത്. അത് വലിയ തോട്ടേ, ഒരുപാട് ഏരിയയിലേക്ക് അത് പടർന്ന് കിടക്കുന്നുണ്ട്. അവിടെ പെർമിഷൻ പ്രത്യേകം എടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ളൊരു വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ പോകുന്നത്. അടിയിൽ പോകുമ്പോൾ ചെറിയൊരു ഷോപ്പൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരുപാട് താഴേക്ക് ഞാൻ ഇറങ്ങി പോകേണ്ടതായിട്ട് വരും, പോകാൻ എനിക്കൊരു മടിയായിട്ട് നിന്നിരുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അധികമൊന്നും നടക്കാനില്ല, ഈ ഒരു ചെറിയ സ്റ്റെപ്പ് കാര്യങ്ങൾ കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നടക്കാനുള്ളൂ. രാവിലെ എഴുന്നേറ്റപ്പോഴേ മെഡിസിൻ വാങ്ങണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് മെഡിസിൻ മേടിക്കാൻ പറ്റിയ ഷോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗം ഞാൻ കറങ്ങി കാണിച്ച് തന്നിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വരുന്നവർ നിർബന്ധമായിട്ടും ഇവിടുത്തെ ജീപ്പ് ട്രക്കിങ് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്. ഇത് അടിപൊളി വാട്ടർഫാൾസ് ആയിരുന്നു കേട്ടോ. അങ്ങോട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയിരുന്നു. ഞാൻ ആ ഒരു ഭാഗത്തുനിന്ന് വെള്ളം മണ്ണൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സ്വർണം പോലെ ആയിരുന്നു. ആ പ്രത്യേക ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത്. ഇവിടെ ഇറങ്ങി എനിക്ക് ഒന്ന് വാട്ടർഫാൾസിലൊക്കെ ഒന്ന് കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സിറ്റുവേഷൻ മോശമായത് കൊണ്ട് അതൊന്നും അന്ന് നടന്നില്ല. എന്തിനു പറയുന്നു, ഞാനന്ന് ഫ്രഷ് ആയിട്ട് പോലും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്രഷ് ആവാമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. 2, ഇത്രയും തണുപ്പത്ത് വെള്ളം തൊടുന്നതേ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഇതൊരു ഷൂട്ടിംഗ് പോയിന്റ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഏതൊരു മൂവിയിലത്തെ, ആ മൂവിയുടെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറി വരികയാണ് കേട്ടോ. ഇതോടെ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ 10 പേർക്കാണ് ഇവിടെ സ്റ്റേ കൊടുക്കാൻ പോകുന്നത്. ഇവരെ ഒരു പാക്കേജോട് കൂടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നമ്മളോട് ഷെയർ ചെയ്യാൻ വേണേ. അപ്പോൾ ബൈ, അടുത്ത യാത്രയിൽ കാണാം.